ഹായ്, ഞാൻ ഡോക്ടർ ആര്യ, മാക്സിലോഫേഷ്യൽ സർജൻ അറ്റ് BU ഹെയർ ആൻഡ് കോസ്മെറ്റിക്സ്. ഹെഡ് വാഷ് എത്ര ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യണം? ഇത് പലർക്കും ഉള്ളൊരു സംശയമാണ്. ആഴ്ചയിൽ എത്ര ദിവസം കുളിക്കണം, അല്ലെങ്കിൽ കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ മുടി കൊഴിയുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങളെല്ലാമാണ് ഇന്ന് വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആഴ്ചയിൽ എത്ര തവണ ഹെഡ് വാഷ് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും പലർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇത് തീരുമാനിക്കുന്നത് പ്രധാനമായും 3 ഫാക്ടേഴ്സ് ആണ്. അതിലൊന്ന് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി. സെക്കൻഡ് വൺ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റി ലെവൽ. തേർഡ് വൺ നിങ്ങളുടെ സ്കാൽപ്പിന്റെ സ്കിൻ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഓയിലിനെസ്. ഈ 3 കാര്യങ്ങളാണ് എത്ര ദിവസം ആഴ്ചയിൽ ഹെഡ് വാഷ് ചെയ്യണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് തല കുളിക്കുന്നത് മുടി ബ്രിട്ടിലാകാനും ഡ്രൈ ആകാനും ഒക്കെ ചാൻസ് ഉണ്ട്. എന്നാൽ നമ്മളെ പോലെ ഒരു ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, ഡെയിലി ആക്ടിവിറ്റി ലെവലൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ധാരാളം വിയർക്കുന്നവരാണെങ്കിൽ, അതുപോലെ ഒരു ഡാൻഡ്രഫ് പ്രോൺ സ്കിൻ ആണെങ്കിലും ഡെയിലി ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്ത് ഹെഡ് വാഷ് ചെയ്യാവുന്നതാണ്. ഈ ഡെയിലി ഹെഡ് വാഷ് ചെയ്യുന്നവര് ഹാർഡ് വാട്ടർ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഇനി ഷാംപൂ ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു സംശയം. എന്നാൽ ഷാംപൂ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടോപ്പിക്കൽ ക്ലെൻസർ മാത്രമാണ്. സ്കാൽപ്പിൽ അടിഞ്ഞുകൂടുന്ന സ്വെറ്റ്, ഡേർട്ട് ഇവയെല്ലാം കഴുകി കളഞ്ഞ് സ്കാൽപ്പിനെ ഹൈജീനിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ജസ്റ്റ് ഒരു ടോപ്പിക്കൽ ഏജന്റ് മാത്രമാണ് ഷാംപൂ. അത് ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ട് മുടിയുടെ വേരിലേക്ക് ആഴ്ന്നിറങ്ങി അതിന് ഡാമേജ് ഒന്നും ഉണ്ടാക്കുന്നതല്ല. അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു തണുപ്പുള്ള സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ, കൂടുതൽ സമയം ഇൻഡോർ അല്ലെങ്കിൽ എയർ കണ്ടീഷൻ റൂമിലാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഇഷ്യൂസ് ഒന്നും വലുതായിട്ടില്ല എന്നുണ്ടെങ്കിലും ഹെയർ വാഷിന്റെ ഫ്രീക്വൻസി കുറയ്ക്കാവുന്നതാണ്. ആഴ്ചയിൽ 1-2 തവണ ഹെഡ് വാഷ് ചെയ്താലും മതിയാവും. നിങ്ങളുടെ ഹെയർ വാഷിന്റെ ഫ്രീക്വൻസിയും മുടി കൊഴിച്ചിലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് ഹെഡ് വാഷ് ചെയ്യുന്നത് സ്കാൽപ്പിന്റെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ആവശ്യം തന്നെയാണ്. എന്നിരുന്നാലും യു ക്യാൻ വാഷ് യുവർ ഹെയർ ആസ് ആൻഡ് വെൻ യുവർ സ്കാൽപ്പ് ഇസ് ഡർട്ടി. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് അസസ്മെന്റ് നടത്തി ഹെഡ് വാഷിന്റെ ഫ്രീക്വൻസി നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും ഡോക്ടറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.